കൂടുതൽ കനക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. ചേട്ടാ ഓ ചേട്ടാ, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ അറിയാല്ല. വെള്ളപ്പൊക്കം കാരണം ക്യാമ്പിൽ 10-25 പേരുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ. അപ്പൊ നമുക്കിപ്പോ എല്ലായിടത്തും കളക്ട് ചെയ്തുകൊണ്ട് വരെയാണ്. ചേട്ടനെ കഴിയുന്ന എന്തെങ്കിലും തെങ്ങുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിയുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യാം. മാനത്ത് മഴ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിക്കോളും. ദുരിതാശ്വാസം പിരിവ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വേറെ ജോലിയില്ല. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, നമ്മൾ ഈ മഴ നനഞ്ഞ് ഇങ്ങനെ വന്നതേ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ല. ആ ക്യാമ്പിൽ 10-25 പേരുണ്ട്. അവർക്ക് നമ്മളെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായമാവൂല ചേട്ടാ. പിന്നെ അതേപോലെ ചേട്ടനൊന്നും തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല ചേട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലുവേ നാട്ടിലെ ചെറുപ്പക്കാരേ ഉള്ളൂ, ഓർത്താ നന്നു. ശരി. അച്ഛൻ എന്തിനാ അവരുടെ അങ്ങനെ പറഞ്ഞത്? അവര് നമ്മളെ പോലെയുള്ളവർ തന്നെ ആ ക്യാമ്പിലും കിടക്കണം. അവർ ചെറിയൊരു സഹായമല്ലേ നമ്മളടുത്ത് ചോദിച്ചുള്ളൂ. ആ 2018 പ്രളയം വന്നപ്പോ നമ്മളും ഇതുപോലെ കഷ്ടപ്പെടുമ്പോ അവരല്ലേ നമുക്ക് ആഹാരമൊക്കെ കൊണ്ട് തന്നത്. അച്ഛൻ ഇതൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റിയത്? എന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിപ്പോ പറഞ്ഞു തരാം, ക്ഷമിക്കണം. താന്ന് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും വെച്ച് കിട്ടട്ടെ.